അതെ, ഇത് വളരെ രസകരമായൊരു വിഷയമാണ് വാസ്തവത്തിൽ. ഒരേ സമയം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഡൽഹിയിൽ CBCI ഓഫീസിൽ പുൽക്കൂടിന് പുഷ്പവൃഷ്ടി നടത്തുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കക്ഷിയുടെ ഉപഘടകം കേരളത്തിൽ 2 പുൽക്കൂടുകൾ നശിപ്പിക്കുന്നു. അത് ക്രമീകരിച്ച അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്നു. ഇത് വളരെ വ്യക്തമായ ഒരു സന്ദേശം നൽകുന്നതാണ്. ഒരേ സമയത്ത് ക്രൈസ്തവ സഭാ നേതാക്കന്മാരെ പ്രീണിപ്പിച്ചു നിർത്താൻ ശ്രമിക്കുക, അതേസമയം തന്നെ പ്രാദേശിക തലത്തിൽ അവരിൽ ഭീതി ജനിപ്പിക്കുകയും ചെയ്യുക സാധാരണ ജനത്തിന്റെ ഇടയ്ക്ക്. അതിലൂടെ ഈ ക്രൈസ്തവ സമൂഹം സാവകാശം ഒതുങ്ങിക്കൂടുകയും ഇല്ലാതെയാവുകയും ചെയ്യുക എന്നൊരു ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട്. അത് പുതിയൊരു കാര്യമല്ല. സർവർക്കർ അവതരിപ്പിച്ച അല്ലെങ്കിൽ വിചാരധാരയിൽ പറയുന്ന അതേ ലക്ഷ്യം തന്നെയാണ്. അതായത് ഇവിടെ സവർണ ഹിന്ദുക്കൾ മാത്രം മതി, ബാക്കിയുള്ളവർ ഒന്നുകിൽ നാട് വിട്ടുപോവുക, അല്ലെങ്കിൽ ഈ ഭരണ വിഭാഗത്തിന്റെ അടിമകളായി അവരുടെ അജ്ഞാനുവർത്തികളായി ജീവിക്കുക എന്നുള്ളത്. പക്ഷെ ഭാരതം പോലെയുള്ളൊരു രാജ്യത്ത് അത് നടപ്പാക്കുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം ഇതിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സാർവലൗകികതയുടെ മതനിരപേക്ഷതയുടെ സംസ്കാരമുണ്ട്. അത് നശിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് ഈ പരസ്പര വൈരുദ്ധ്യത്തിലുള്ള നടപടിയിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുക. പ്രാദേശിക തലത്തിൽ ആളുകളെ ഭീതിപ്പെടുത്തി നിശബ്ദരാക്കുകയോ അല്ലെങ്കിൽ ഒതുങ്ങിയിരിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുക. ഇവിടെ ക്രൈസ്തവ സമൂഹം ഭാരതത്തിൽ എല്ലാ മേഖലയിലും അവരുടേതായ സംഭാവന ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അത് ആരോഗ്യ പരിപാലന രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും അതുപോലെ സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ അതുപോലെ രാഷ്ട്രീയ തലത്തിൽ ഒക്കെ വളരെ പ്രകടമായ സംഭാവനകൾ ചെയ്യുന്ന ഒരു വിഭാഗമാണ്. ആ വിഭാഗത്തെ അത്ര എളുപ്പത്തിൽ തുടച്ചു നീക്കാൻ പറ്റില്ല എന്നറിയാം. അതുകൊണ്ട് ഈ പരസ്പര വൈരുദ്ധ്യത്തിലുള്ള പദ്ധതിയിലൂടെ ഒതുക്കാൻ ശ്രമിക്കുക, സാവകാശം ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ സൃഷ്ടിച്ച് എല്ലാവരും വിദേശത്തേക്ക് കുടിയേറാൻ ഇടയാക്കുക. അങ്ങനെ വരുമ്പോൾ സാവകാശം ഇനിയിപ്പോ ഭരണത്തിന്റെ അധികാരം ഉപയോഗിക്കേണ്ടി വന്നാൽ അതും ഉപയോഗിച്ചുകൊണ്ട് ഈ ഏകകക്ഷി ഭരണം അതിന്റെ ഒരു പ്രകടഭാവമാണ് ഒരുപക്ഷെ ഒരു രാജ്യം ഒരു ഭരണഘടന അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞു വരുന്നതും അതുപോലെ ഭരണഘടനയുടെ നിഷേധത്തിന്റെ ഭാഗമാണ് വാസ്തവത്തിൽ ആ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിരുന്ന ആളിന്റെ പ്രതിമ നശിപ്പിക്കുക, മണിപ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ അധികാരം ഉപയോഗിച്ച് ഇല്ലാതെയാക്കുക, അതുപോലെ പള്ളികളുടെ അകത്തളങ്ങളിൽ ഹൈന്ദവ പ്രതീകങ്ങൾ പണ്ടേ ഉണ്ടായിരുന്നു, അത് പുനഃസ്ഥാപിക്കണം, കണ്ടെത്തണം എന്നുള്ള പദ്ധതി. ഇത്തരം പദ്ധതികളിലൂടെ എല്ലാം നടപ്പാക്കാൻ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ ഈ RSSന്റെ അടിസ്ഥാന തത്വസംഹിത. ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, അതായത് കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് തന്നെ ഇത്തരത്തിൽ പ്രകടമായ ചില പ്രശ്നങ്ങൾ, അതിനൊരു പരിഹാരം എന്നതുകൊണ്ടാണല്ലോ പല RSS BJP നേതാക്കളൊക്കെ ഇത്തരത്തിൽ സഭകളിലൊക്കെ ഒരു ചർച്ച നടത്തുകയും ക്രിസ്മസ് സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരികയും ഒക്കെ ചെയ്തൊരു അന്യായ ശ്രമം നടത്തിയിരുന്നല്ലോ. നോർത്തിലൊക്കെ ഉണ്ടായിരുന്ന ഈ പള്ളി തർക്കങ്ങളും പ്രശ്നങ്ങളും പള്ളിക്ക് നേരെയുള്ള അക്രമങ്ങളും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു അനുനയ നീക്കം കഴിഞ്ഞ ക്രിസ്മസ് കാലത്തെ തുടങ്ങിയിരുന്നതാണ്. അപ്പോൾ ഈ ക്രിസ്മസ് കാലത്ത് അത് വീണ്ടും പുനരാരംഭിക്കും എന്നൊരു തോന്നലുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭാഗത്ത് പ്രീണിപ്പിച്ചു നിർത്താൻ ശ്രമിക്കുക, അതേസമയം തന്നെ പ്രാദേശിക തലത്തിൽ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുക. ഇത് ഓരോ ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രത്യേക ദിനങ്ങളിൽ നടപ്പാക്കുമ്പോൾ പുറത്തിറങ്ങാൻ പേടിക്കും മനുഷ്യര്, അല്ലെങ്കിൽ പുൽക്കൂടുണ്ടാക്കാൻ പേടിക്കും, അല്ലെങ്കിൽ പെരുന്നാളുകൾ നടത്താൻ, അതിന്റെ പ്രദക്ഷിണങ്ങൾ നടത്താൻ, റാസ നടത്താൻ
ഒക്കെ പേടിക്കും. അങ്ങനെ സാവകാശം ഇല്ലാതെയാക്കാം. ഇതാണ് ലക്ഷ്യം. പക്ഷെ സാർ, ഇത് കേരളമാണ്, ഇവിടെ അതൊക്കെ നടക്കുമോ? ഇവിടെയും നടക്കും എന്നുള്ളതിന്റെ തെളിവുകളാണല്ലോ ഇപ്പൊ തൃശ്ശൂർ ഞങ്ങള് ഒരാളെ ജയിപ്പിച്ചു വിട്ടത്. അന്വേഷണത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒരു സത്യസന്ധമായ ഒരു അന്വേഷണം വരുമെന്ന് തോന്നുന്നു. കാരണം BJP അത് ഇക്കാര്യത്തിൽ ഇപ്പോ കൈ ഒഴിഞ്ഞിരിക്കുകയാണ്. VHP പ്രവർത്തകർ അങ്ങനെ ചെയ്യില്ല, അവരല്ലാതെ ചെയ്തത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അത് എളുപ്പമാണ് പറയാൻ. വാസ്തവത്തില് ഈ അധ്യാപകരെ പോയി ഭീഷണിപ്പെടുത്തിയത് VHPയുടെ പ്രവർത്തകരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന തെളിയിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ അത് ഞങ്ങളുടെ അറിവോടെ അല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആളുകൾ വിശ്വസിക്കുമെന്നാണ് വിചാരം. ഈ കേരള പോലീസ് നടത്തുന്ന ഈ അന്വേഷണം അത് സത്യസന്ധമായിരിക്കുമെന്ന് കരുതാമോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇപ്പോ കേരളത്തിലുള്ളത് ഒരു ഇടതുപക്ഷ സർക്കാരാണ്. VHPയെ അനുകൂലിക്കുന്നവരല്ല എന്നുള്ളത് കൊണ്ട് അതാണ് സാധ്യത. പക്ഷെ പോലീസിനകത്തും ആളുകളുണ്ട് എന്നുള്ളത് നമുക്കറിയാലോ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.